ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയ ഫ്ലൂ പിടിപെട്ടിട്ടുണ്ടായിരുന്നു. അത് പനിയും ഒക്കെ ആയിട്ട് ഇപ്പോൾ പനിയൊക്കെ മാറി. ബട്ട് കുറച്ച് ചുമയും ഈ സൗണ്ട് കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ എന്നിലെ ഞാൻ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും അതെ, എൻ്റെ ഒരു ക്യാൻസർ സർവൈവൽ സ്റ്റോറി ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. കാരണം പണ്ടെന്ന് പറയുന്നത്, എനിക്ക് ക്യാൻസർ വരുന്നതിന് മുമ്പുള്ള ഞാൻ എന്ന് പറയുന്നത് തികച്ചും ഡിഫറെൻ്റ് ആയിരുന്നു. ക്യാൻസർ വന്നതിന് ശേഷമുള്ള ഞാനും അതിന് മുന്നേ ഉള്ള ഡിഫറൻസാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് അനുഭവിച്ച്, ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്ന് വിവാഹ ജീവിതത്തിൽ കടന്നു, മക്കളായി, അങ്ങനെയൊക്കെ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കുറച്ച് ഷെയർ ചെയ്യാം. ഇത് ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കങ്ങനെ ആകാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും അതാകാനായിട്ട് സാധിക്കും. അതിന് ഒരു സംശയവും വേണ്ട. അപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള ഞാനെന്ന് പറയുന്നത്, എൻ്റെ കല്യാണം എന്ന് പറയുന്നത് 19 വയസ്സിൽ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഉള്ള എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. ഈച്ച് ആൻഡ് എവറിത്തിങ് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബന്ധുക്കളിൽ നിന്നായിരുന്നിരുന്നാലും വീട്ടുകാരിൽ നിന്നായിരുന്നിരുന്നാലും ഒക്കെ ഒരുപാട് ഞാൻ വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സഹിച്ച് വളർന്നു വന്ന എനിക്ക് ഒന്നും തിരിച്ച് പ്രതികരിക്കാൻ അറിയില്ല. അത് അങ്ങനെ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇപ്പം എനിക്കതൊന്നും ഓർത്തെടുക്കാൻ ഇഷ്ടമില്ല. ഞാൻ എല്ലാവരോടും ക്ഷമിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പുറത്ത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേല് അത് എൻ്റെ മനസ്സിന് നല്ലതല്ല. എന്നാലും മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാവുമെങ്കിൽ ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ചെറുപ്പത്തിലായിരുന്നപ്പോഴേ മമ്മി ഡാഡി വഴി, അങ്ങനെ മമ്മിയുടെയും ഡാഡിയുടെയും ഒരു പെറ്റ് ആയിട്ടുള്ള ഒരു മോളായിട്ടൊന്നും അല്ല ഞാൻ വളർന്നു വന്നത്. നല്ലോണം എന്താ പറയുന്നത്, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തല്ലും മേടിച്ച് അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റെത്. വീട്ടിൽ നിന്നാകട്ടെ ബന്ധുക്കളിൽ നിന്നാകട്ടെ ഒന്നും അധികം സ്നേഹമൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വളർന്നു വന്ന ഞാനാണ് സാഞ്ചേട്ടനെ കണ്ടുമുട്ടുന്നത്. സാഞ്ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു റിലേറ്റീവും കൂടെയാണ്. അപ്പോൾ പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളി എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ടാണ് ഇടപെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, എനിക്ക് ഒരു ബ്രദറൊന്നുമില്ല. ബ്രദറുണ്ട്, ഒരു യങ്ങർ ബ്രദറാണുള്ളത്. എനിക്ക് എൽഡസ്റ്റ് ബ്രദറോ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചത് ഗേൾസ് സ്കൂളല്ല, മിക്സഡ് സ്കൂളിലാണെങ്കിലും ഗേൾസ് മാത്രമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അതിലായിരുന്നു 10th വരെയും. പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയത് ഓൾ സെയിൻസ് കോളേജിലാണ്. അവിടെയും ഗേൾസ് മാത്രം. അപ്പോൾ എനിക്ക് ആൺകുട്ടികളുമായിട്ട് ഇടപഴകാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. എങ്ങനെ ഇടപഴകണം എന്നും അവരുടെ അടുത്ത് എന്ത് സംസാരിക്കണം എന്നും ഒന്നും അറിയില്ല. വീട്ടിലാണെങ്കിൽ ആൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കാനോ മിണ്ടാനോ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുമില്ല. അങ്ങനെ സംസാരിച്ചു എന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല തല്ല് കിട്ടുകയും ചെയ്യും വീട്ടിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട് വന്ന ആളാണ് സാഞ്ചേട്ടൻ വന്നു കഴിഞ്ഞതിന് ശേഷം ബന്ധു ആയതുകൊണ്ട് തന്നെ സാഞ്ചേട്ടന് വീട്ടിൽ എന്താ പറയുന്നത്, വരാനും പോകാനുമുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അപ്പോൾ സാഞ്ചേട്ടൻ എന്നെക്കാളും കുറച്ചും കൂടെ എൽഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം, ആദ്യമൊന്നും സാഞ്ചേട്ടനും എൻ്റെ അടുത്ത് വലിയ അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല. പിന്നീട് കുറച്ച് അടുപ്പം കാണിക്കുകയും എനിക്ക് എൻ്റെ ഈ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. ഒന്നും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ഒരു സ്നേഹബന്ധം ഞങ്ങളുടെ വിവാഹത്തിലെത്തിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്. പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിപരീതം എന്ന് പറയട്ടെ,
ഞാൻ ആഗ്രഹിച്ച ഒരു വിവാഹ ജീവിതമല്ല എനിക്ക് കിട്ടിയത്. കാരണം എനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് പോലും നല്ലൊരു ഇത് കിട്ടാത്തത് കൊണ്ട് വിവാഹ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാമ്പർ ചെയ്ത് എന്നെ കൊണ്ടു നടക്കുന്ന, എന്നെങ്കിൽ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരുന്ന, എന്നെ ലോകം മുഴുവൻ കൊണ്ട് കറങ്ങുന്ന ഒരു ഹസ്ബൻഡായിട്ടാണ് ഞാൻ സാഞ്ചേട്ടനെ കണ്ടിരുന്നത്. പക്ഷേ പുള്ളിക്ക് പറ്റിയിരുന്നില്ല. കാരണം അന്നത്തെ ശമ്പളം വളരെ കുറവായിരുന്നു പുള്ളിക്ക്. പിന്നെ പുള്ളി എന്നെക്കാളും കുറെ കൂടെ ഏജ് ഡിഫറൻസ് നല്ലതുപോലെ ഉള്ളതുകൊണ്ട് എന്നെ എപ്പോഴും ഒരു ചെറിയ കുട്ടിയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ എന്നോട് എപ്പോഴും പറയും, തനിക്ക് പക്വത പോരാ, പക്വത പോരാ, പക്വത പോരാ. അത് ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. 19 വയസ്സായ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന പക്വത അല്ലാതെ എനിക്ക് വെളിയിൽ നിന്നൊരു പക്വത വരുമോ? ഇല്ല. അപ്പൊ അത് ആ ഒരു പക്വതക്കുറവ് ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുന്നത്, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിണങ്ങി പിരിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിൽ ഉണ്ടായിരുന്നതാണ്. ആ സമയത്താണ് ഞാൻ മോളെ പ്രഗ്നൻ്റ് ആവുന്നത്, മൂത്ത മോളെ പ്രഗ്നൻ്റ് ആവുന്നത്. ആ ഒരു പ്രഗ്നൻസി പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് ഇത് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ പ്രഗ്നൻസി പോലും എൻ്റെ ഇഷ്ടത്തിനായിരുന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഒരു കുഞ്ഞിനെ എപ്പോൾ ഗർഭം ധരിക്കണം, എപ്പോൾ പ്രസവിക്കണം എന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ഒരു ആഗ്രഹത്തിനോ ആ ഒരു സമയത്തിനോ പോലും എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ ഒരു താല്പര്യം എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു കുഞ്ഞിന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇത് എടുത്തത് മുഴുവൻ എൻ്റെ അമ്മായിയമ്മയാണ് തീരുമാനിക്കുന്നത് ഞാൻ എപ്പോഴും പ്രഗ്നൻ്റ് ആവണം, എപ്പോൾ പ്രസവിക്കണം എന്നുള്ളത്. അമ്മ മരിച്ചുപോയി, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് ഞാൻ അമ്മയോട് മാപ്പ് പറയുന്നു. പക്ഷെ ഇത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളിൽ കൈകടത്തരുത്. അപ്പോൾ ആദ്യത്തെ കുഞ്ഞായി. രണ്ടാമത്തെ കുഞ്ഞ് ആവാറായപ്പോഴത്തേലും ഇതുപോലെ അമ്മ തീരുമാനിച്ചു, പ്രസവിച്ചു. പക്ഷെ എനിക്കപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പോലും എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ മനസ്സുകൊണ്ട് അംഗീകരിക്കാനോ സ്നേഹിക്കാനോ പറ്റിയിരുന്നില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല, എൻ്റെ മനസ്സിൽ മുഴുവൻ ദേഷ്യമാണ്. ഇവരെന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടല്ലേ, ഇവർ പറഞ്ഞിട്ടല്ലേ ഞാൻ പ്രഗ്നൻ്റ് ആയത്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ പ്രഗ്നൻ്റ് ആയത് എന്നുള്ള ഒരു ദേഷ്യം എൻ്റെ മനസ്സിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് പക്ഷെ കുട്ടികളായി കഴിഞ്ഞപ്പോഴത്തേല് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം തന്ന എൻ്റെ ആൻറ്റിയുണ്ട്, ബേബി ആൻറ്റി, എൻ്റെ മമ്മിയുടെ ചേച്ചി. അപ്പോൾ ഞാൻ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് എൻ്റെ കയ്യിലേക്ക് കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബേബി ആൻറ്റി കാണാൻ വന്നപ്പോഴത്തേല് പറയുക, ഷിബി നീ വളർന്ന് വലുതായിട്ടില്ല, അതിനു മുമ്പേ ദൈവം നിനക്ക് കളിക്കാൻ തന്നൊരു ഡോളാണ് നിന്റെ ഈ മോള് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ആ ഒരു ഇതായിട്ടാണ് എൻ്റെ മോളെ ഞാൻ എടുത്തത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഡോള്. അങ്ങനെയാണ് ഞാൻ. കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു 20 വയസ്സായ കുട്ടിക്ക് എത്ര പക്വതയുണ്ടാവും ഒരു കുട്ടിയെ വളർത്താൻ എന്നൊക്കെ. ചിലർക്ക് നല്ല പക്വത ഉണ്ടാവും കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് പക്വത എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. പക്ഷെ എൻ്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വളർത്തി. എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് ദൈവം തന്നിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ എൻ്റെ മോൾക്ക് വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതായി. മോളെ ഒരു 2.5 വയസ്സായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അമ്മായിയമ്മ വീണ്ടും ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി സെക്കൻഡ് കുഞ്ഞിന് സമയമായി. അപ്പോൾ വീണ്ടും ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റ് ആയി. അപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ബട്ട് അവളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ബോഡിയിൽ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതേ നമ്മുടെ താല്പര്യത്തോടു കൂടിയല്ല. പിന്നെ ഇങ്ങനെയുള്ള ഇതും കൂടി ആയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങി.
അപ്പോൾ ഞാൻ അവള് പ്രഗ്നൻ്റായി ഒരു 2-2.5 മാസം വരെ എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും വോമിറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഒന്നും വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചിലപ്പോൾ ഒരു അബ്നോർമൽ ഗ്രോത്ത് ആണെങ്കിലോ അല്ലെങ്കിൽ ട്വിൻസ് ആണെങ്കിലോ ഒക്കെ ഇങ്ങനെ വരും, അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴത്തേല് ട്വിൻസ് എന്നും കൂടെ കേട്ടതോടുകൂടി എൻ്റെ കാറ്റ് പോയി. അപ്പോൾ ഞങ്ങൾ പോയൊരു ഒരു സ്കാനിങ് സെൻറ്ററിൽ അവിടുത്തെ ഡോക്ടറിന് എന്തോ എന്നോടൊരു പ്രത്യേക സഹതാപം തോന്നി. ഡോക്ടർ ഇവളെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ മോണിറ്റർ എനിക്ക് തിരിച്ചു വെച്ച് തന്നിട്ട് കാണിച്ചു തന്നു മോളെ. അപ്പോഴേക്കും ഇവള് കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് 3 months കഴിയുമ്പോഴാണ് കുഞ്ഞിന് കൈയും കാലുകളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നല്ല ആക്റ്റീവ് ബേബിയാണ്, കുഞ്ഞിപ്പോഴേ അതിന് ഓർഗൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, അപ്പം കുട്ടി നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇവൾ ഒരേ സൈക്കിള് ചവിട്ടാ അതിൻ്റെ അകത്ത് കിടന്ന്. ഞാൻ അന്ന് തീരുമാനിച്ചു എനിക്ക് ഈ മോളെ എത്രയും വേഗം എൻ്റെ കയ്യിൽ കിട്ടണമെന്ന്. പക്ഷെ മോളാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് പെൺകുട്ടികളെ വേണം എന്നാണ്. ആദ്യത്തത് എല്ലാവരും പറഞ്ഞു ആൺകുട്ടിയായിരിക്കും. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ വേണ്ട, എനിക്കൊരു പെൺകുട്ടി മതി. രണ്ടാമത്തതായപ്പോഴത്തേലും എല്ലാവരും പറഞ്ഞു എന്നോട് അത് ആൺകുട്ടിയായിരിക്കും. അപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവമേ എൻ്റെ മോൾക്ക് കളിക്കാനൊരു കൂട്ടുകാരി വേണം. അവളോടൊപ്പം വളർന്ന് അവളെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയിരുന്നിരുന്നാലും അവർക്ക് പരസ്പരം എന്താ പറയുന്നത് കൈകോർത്ത് പരസ്പരം സ്നേഹത്തോടുകൂടെയും ഒക്കെ ജീവിക്കാനായിട്ട് ഒരു സപ്പോർട്ട് ആയിട്ടുണ്ടാവണമെങ്കിൽ രണ്ടും പെൺകുട്ടികളായിരുന്നിരുന്നാലേ സാധിക്കുകയുള്ളൂ. ആൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളോട് എനിക്ക് വേറെ വിരോധവും വെറുപ്പും എന്നുള്ളതുകൊണ്ടല്ല. അവർ വലുതായി കഴിയുമ്പോൾ അവരായി അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ 2 ആൺകുട്ടികളാണെങ്കിൽ ഓക്കെ. ഇപ്പം ഒരാണും ഒരു പെണ്ണും ആകുമ്പോഴത്തേല് 2 പേർക്കും ഒരു ലോൺലി ഫീലിംഗ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം ഞങ്ങൾ അങ്ങനത്തെ മക്കളാണ്. കാരണം ഞാനൊരു പെണ്ണും എനിക്കൊരു അനിയനും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പം ഞങ്ങൾ കുഞ്ഞിലെ ഭയങ്കര അടുപ്പമായിരുന്നു, ഭയങ്കര സ്നേഹം. ഇതൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ലോകം, എനിക്ക് എൻ്റെ ലോകം, അങ്ങനെ മാറിപ്പോയി. പിന്നെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേലും പിന്നെ ഉണ്ട് ചേച്ചിയാണ് എന്നൊക്കെ ഉണ്ട്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഒരു എന്താ പറയുന്നത് എവിടെയോ ഒരു ചെറിയ ഒരു ബാരിയർ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ഒരിക്കലും പെൺകുട്ടികളാകുമ്പോൾ അങ്ങനെ വരത്തില്ല എന്ന് ആണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. പെൺകുട്ടികളാകുമ്പം കല്യാണം കഴിഞ്ഞിരുന്നാലും ഇവർ പരസ്പരം ഭയങ്കര അടുപ്പമായിരിക്കും. എല്ലാത്തിനും ചേച്ചി അനിയത്തി ഒരു കൂട്ട് അതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊക്കെ എനിക്ക് 2 പെൺകുട്ടികളായിരുന്നു കേട്ടോ ഇഷ്ടം. അങ്ങനെ എൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മളുടെ ഈ പ്രാർത്ഥന ജീവിതത്തിൽ പറയുന്നത് നമ്മളങ്ങനെ ദൈവത്തോട് അങ്ങനെ ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ദൈവത്തോടല്ലാതെ പിന്നെ ആരോടാ ചോദിക്കേണ്ടേ? അതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവളെ കിട്ടുന്നു ഇവളുടെ ഈ കളി കണ്ട നിമിഷം മുതൽ ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് ഈ ഡ്രസ്സുകളെല്ലാം കുഞ്ഞുടുപ്പ് മുതൽ ബാക്കിയെല്ലാം, അതുപോലെ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ മുണ്ട് മുറിച്ച് ഇങ്ങനെ നിക്കറായിട്ട് ഉടുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊന്നും എനിക്കിഷ്ടമില്ല. എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഞാനത് ചെയ്തിട്ടില്ല. 30 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും നാപ്പീസ് ഉണ്ടാക്കി വെക്കും. അത് തയ്ച്ചുണ്ടാക്കി അങ്ങനെ ഇതൊരു 45 എണ്ണം ഉണ്ടാക്കിയെടുത്തു. പിന്നെ അവരെ കിടത്താനുള്ള ഷീറ്റ് പ്രത്യേകം ഉണ്ടാക്കിയെടുത്തു. പിന്നെ കുഞ്ഞിനെ ഇടിയിക്കാനുള്ള ഒരു 10-25 കുട്ടിയുടുപ്പ് തയ്പ്പിച്ചു വെച്ചു. പിന്നെ ഇവളെ കുളിപ്പിച്ച് എന്താ പറയുന്ന പുതയ്ക്കാനൊക്കെയുള്ള ടവൽസ് എല്ലാം മേടിച്ച് ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്ത് എന്നിട്ട് അത് ഡെറ്റോളിൽ നന്നായിട്ട്
തിളപ്പിച്ച് പിന്നെ ഉണക്കി പിന്നെ അത് അയൺ ചെയ്ത് ഞാൻ പെട്ടിക്കകത്ത് സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇവള് വരുന്നതിന് ഒരു 4.5 ഇവളെ പ്രഗ്നൻ്റ് ആയി ഒരു 4.5 മാസമായപ്പോഴേക്കും ഇവളെ വരാനായിട്ട് ഇവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒരുക്കി പെട്ടിയൊക്കെ റെഡിയാക്കിയാണ് ഞാൻ വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോള് ജനിച്ചിട്ടും അതെ, മോൾക്ക് എപ്പോഴും അസുഖമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നാള് അവൾക്കൊരു 1 വയസ്സ് വരെ ഭയങ്കര അസുഖമായിരുന്നു. എപ്പോഴും ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകുന്ന ഒരു അസുഖമായിരുന്നു. ലാക്ടോസ് ഇൻടോളറൻസ് ആയിരുന്നു. അന്ന് അതിന് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ മെഡിസിൻസ് ഒക്കെ ധാരാളം ഉണ്ട്. ലാക്ടോസ് ഫ്രീ മിൽക്ക് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ലാക്ടോസ് ഫ്രീ പ്രോഡക്ട്സ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ന് അതിനൊന്നും അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മോളും പിന്നെ കുട്ടികളുമായിട്ട് വളർന്നു തുടങ്ങിയിരുന്ന സമയത്തും ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡുമായിട്ട് അത്ര വലിയ ഭയങ്കര സ്നേഹമാണ്. ഹസ്ബൻഡ് ഇല്ലാതെ ഒരു നിമിഷം പോലും എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഹസ്ബൻഡ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. പക്ഷേ എന്തോ എനിക്ക് ഒരു എന്താ പറയുന്നത്, നമ്മൾ സങ്കല്പിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു ജീവിതമുണ്ടല്ലോ, അതുപോലെ അല്ല. എപ്പോഴും പുള്ളി ഇങ്ങനെ എന്നെ റൂൾ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് പ്രായത്തിൽ കുറവായതുകൊണ്ട് ഞാൻ ചെയ്യുമ്പം അത് ഫ്ലോപ്പ് ആവണ്ട, എന്തിലെങ്കിലും കയറി എടുത്തു ചാടി വല്ലതും ചെയ്തിട്ട് അത് വലിയ പ്രശ്നങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയും കൂടെ അതിൽ ഇടപെടേണ്ടി വരത്തില്ലേ. അതുകൊണ്ട് പുള്ളി എപ്പോഴും എന്താ പറയുന്നത്, മക്കളെ നോക്കുന്നത് പോലെ ഒരു മകളായിട്ടാണ് എന്നെ കണ്ടത്. അപ്പോൾ എല്ലായിടത്തും ഞാൻ നോക്കിയപ്പോഴത്തേല് എൻ്റെ വീട്ടിലും എനിക്ക് റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. എൻ്റെ ഡാഡിയും എന്നെ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്ത് വളർത്തിയ ആളാണ്. എൻ്റെ മമ്മി എന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് വളർത്തിയതാണ്. എൻ്റെ ഗ്രാൻഡ് പാരൻസും റെസ്ട്രിക്റ്റ് ചെയ്തതാണ്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡും എല്ലാത്തിനും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. സോ അങ്ങനെ വന്നപ്പോഴത്തേലുണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അത് ഞാൻ ഈ ഇതിൽ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല. ബട്ട് അത് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാകും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നില്ല, വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഓരോ 2 വർഷം കൂടെ കൂടുമ്പോഴത്തേലും വീട് മാറ്റം. അങ്ങനെ ടോട്ടൽ ഞങ്ങൾ പുതിയ വീട് വെച്ചതിന് ശേഷവും അതിന് മുന്നായിട്ടും ഒരു 22 വീട് മാറിയിട്ടുണ്ട്. 22 വാടക വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ സത്യമാണ്. ഞങ്ങൾ വീട് വെക്കുന്നതിന് മുന്നേ ഒരു 17 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കും. ഞാൻ ഒരിക്കലും ഞാൻ താമസിച്ചിരുന്ന ഒരു വീടും എൻ്റെതല്ലാന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വീടായിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും ആ വീട്ടിലെ ഒരു പൊടി പോലും ഇല്ലാതെ അത്രയും വൃത്തിയായിട്ടാണ് ഞാൻ സൂക്ഷിച്ചിരുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വീട്ടിൽ നിന്ന് മാറുമ്പോഴും അവിടുത്തെ ഓണേഴ്സിന് ഭയങ്കര വിഷമമായിരുന്നു. ഇതിൽ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ ഞാൻ താമസിച്ചിട്ടുള്ള വീട്ടിലെ ഓണേഴ്സും കാണുന്നുണ്ട്. അവർക്ക് കാണുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. അവർ തന്നെ ലാസ്റ്റ് ഞങ്ങൾ വീട് വെച്ചിറക്കുന്ന സമയത്ത് മാറിയ വീട്ടിലെ ഓണർ പറഞ്ഞത്, നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ എന്നാണ്, ഈ ബാത്റൂം ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. കാരണം അത്രയ്ക്ക് ക്ലീൻ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുമാണ് ഞാൻ വെച്ചിരുന്നത്. കാരണം ഞാൻ വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, വാടക വീട് നമ്മൾ പൈസ കൊടുക്കുന്നതാണെങ്കിൽ നമ്മളല്ലേ അതിൻ്റെ അകത്ത് താമസിക്കുന്നത്, അപ്പം നമ്മളുടെ കുട്ടികളല്ലേ അതിൻ്റെ അകത്ത് വളരുന്നത്. അപ്പം നമ്മൾ ഏറ്റവും നല്ല ഹൈജീനിക് ആയിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ഇപ്പം അയാൾ നമ്മുടെ നിന്ന് പൈസ മേടിച്ചിട്ട് വന്നു, അയാളുടെ വീട് എന്തിനാ ഞാൻ നോക്കുന്നത്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. നമ്മൾ എവിടെ താമസിക്കുന്നോ അതാണ് നമ്മുടെ വീട്. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കൾക്കും പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ മക്കൾ ഇന്ന് അതേ പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ.
അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ മക്കളുടെ കാര്യങ്ങൾ എന്നിട്ട് എൻ്റെ മമ്മിയും ഡാഡിയും ഗൾഫിലായിരുന്നു ഒരു 5 years. അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പ് എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ മമ്മിയും ഡാഡി 5 വർഷം ഗൾഫിലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്. ബന്ധുക്കളിൽ നിന്ന് ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ഒരു കഥ പറയുന്നത് കൊണ്ട് ഇത് പറയുന്നതാണ്. ഇന്ന് എനിക്ക് ആ ഒരു ബന്ധുക്കളോട് പോലും ഒരു അല്പം പോലും ഒരു എന്താ പറയുന്നത്, ഒരു ഫ്രാക്ഷൻ പോലും എനിക്ക് അവരോട് ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നത്തത് അത് മുറിവുകളായിരുന്നു. ഇന്ന് ഞാൻ അതിൽ നിന്നൊക്കെ മാറ്റി അതിനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുത്തു. അപ്പോൾ അന്ന് അവർ കാണിച്ചിരുന്ന കുറേ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് മമ്മിയും ഡാഡി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വിവാഹ ജീവിതത്തിൽ വന്നു. എൻ്റെ മക്കളായതിനു ശേഷം ഞാൻ വിചാരിച്ച കാര്യം ഇതാണ്: ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നു, എൻ്റെ അമ്മയും അച്ഛനും അടുത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ എൻ്റെ മക്കൾക്ക് ഒരുവിധ വേദനകളും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് മാക്സിമം എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടില്ലയോ അത് മുഴുവൻ എൻ്റെ മക്കൾക്ക് കൊടുക്കണം. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ മക്കൾക്ക് കൊടുത്ത് വളർത്തണം എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടി മാത്രം എൻ്റെ ജീവിതം മാറ്റിവെച്ചു. സ്വയം ജീവിക്കാനായിട്ട് പഠിച്ചില്ല, മറന്നുപോയി. ഞാൻ പഠിക്കാനൊക്കെ കുറച്ച് നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രാ ബ്രില്യൻ്റ് ഒന്നും അല്ലെങ്കിലും ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കെന്തോ പഠിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡ് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഒത്തിരി വലിയ ഇതായിട്ട് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനുമാണ്. അപ്പോൾ ആ പുള്ളിയുടെ മുമ്പേ ഒരു പ്രീ ഡിഗ്രിക്കാരിയായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് 2 മക്കളും ആയതിനു ശേഷമാണ് ഞാൻ പഠിച്ചത്. ഒരുപാട് എന്താ പറയുന്നത്, കടമ്പകൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കടക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം 2 കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് പഠിക്കുക, വീട്ടിലെ സകല കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഈസി അല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് ഞാൻ പഠിച്ചു. ഞാൻ BCom എടുത്തു. എന്നിട്ട് ഒരുവിധം നല്ല മാർക്കോടുകൂടെ തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് MCom എടുക്കണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ MComന് ഹസ്ബൻഡിന് എന്നെ കോളേജിൽ വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടികൾക്ക് നോക്കണം, അത് കോളേജിൽ പോയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ അനുവദിച്ചില്ല. അതിനുശേഷം പിന്നെ എന്നെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ചേർത്തു. പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് എനിക്കൊരു ഗൈഡൻസ് വേണം എല്ലാത്തിനും. എനിക്ക് ആ ഗൈഡൻസ് ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അത് പഠിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് 1 വർഷം വരെ ഞാൻ അതിന് പോയി. അത് കഴിഞ്ഞ് ഞാനത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സ് പഠിച്ചു, മെഡിക്കൽ കോഡിംഗ് പഠിച്ചു, ലൈബ്രറി സയൻസ് കോഴ്സ് പഠിച്ചു, പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു. പിന്നെ ആണ് ഈ തയ്യലെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ തയ്ക്കുന്ന വീഡിയോസൊക്കെ, ഇതെല്ലാം ഞാൻ പഠിച്ചു. എല്ലാം ബാക്കി എല്ലാം ഒരുപാട് പിന്നെ പഠിച്ചു. പക്ഷെ അതൊന്നും ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ നടത്തിയില്ല. ഈവൻ എന്താ പറയുന്ന ഒരു PSC കോച്ചിങ്ങിന് പോലും പോയിട്ട് ഒരു ജോലി നേടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായതേ ഇല്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് ഞാൻ മാറിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ അടുത്ത് ആരുണ്ട്, എൻ്റെ മക്കളെ ആര് നോക്കും, മക്കളെ എങ്ങനെ വളർന്നു വരും എന്നൊക്കെ ചിന്തിച്ചിട്ട് എൻ്റെ പൊട്ട ചിന്തകളായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയും മാത്രമായിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ഒഴിഞ്ഞു വെച്ചു. ആ ഒഴിഞ്ഞു വെച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുന്നത്, നമ്മൾ ഈ കുറേ സഹിച്ച് വരുമ്പോഴത്തേല് പിന്നീട് അത് തിരിച്ച് നമുക്ക്
എന്താ പറയുന്നത്, എത്ര ഇത് നമ്മൾ ഫോഴ്സിൽ മേളിലോട്ട് പോകുന്ന വൾക്കാനോനെ എടുക്കാം. വൾക്കാനോ ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ ഇതായി എന്താ പറയുന്നത്, അതിൻ്റെ അകത്തിരുന്ന് ഉരുകി ഇതൊരു ദിവസം ബേസ്റ്റ് ഔട്ട് ആവും. അത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേല് ഞാൻ ബേസ്റ്റ് ഔട്ട് ആവണമെന്ന് വിചാരിച്ചു. ബേസ്റ്റ് ഔട്ട് ആയി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന വർഷത്തിലാണ് എനിക്ക് ക്യാൻസർ വരുന്നത്. ഞാൻ ഇത് ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നരുത്. ഞാൻ എൻ്റെ ജീവിതകഥ പറയുന്നത് കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആ വർഷം എൻ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചിരുന്ന വർഷത്തിലാണ് എനിക്ക് ക്യാൻസർ വന്നു വിടുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി ബാക്കി എൻ്റെ ഇത്രയും നാള് എൻ്റെ പരാജയത്തിൻ്റെ കഥയാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് മോചനം നേടി, എങ്ങനെ ഞാൻ ഇന്നത്തെ ഷിബിയായി, എങ്ങനെ ഞാൻ ഒരു പോസിറ്റീവ് പേഴ്സൺ ആയിട്ട് മാറി, ഞാൻ എങ്ങനെ വിജയിച്ചു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിന് 2 പാർട്ടായിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ അടുത്ത വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, കാണാതിരിക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം. കാരണം എന്നെ കൊണ്ട് ഞാൻ ചെയ്യുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ല നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നത് എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ആരുമില്ല. എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വിരലിൽ എണ്ണാവുന്ന 2 or 3 ഫ്രണ്ട്സ് എത്രയേ ഉള്ളൂ എനിക്ക്. അല്ലാതെ വേറെ അധികം ഫ്രണ്ട്സ് ഇല്ല എനിക്ക്. എപ്പോഴും വീട്ടിൻ്റെ അകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന എനിക്ക് ഇന്നിപ്പം എൻ്റെ ഒരു ചാനലിൽ കൂടെ എനിക്ക് 4700 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഇത്രയും പേരും എന്നെ സ്നേഹിക്കുന്നവരാണ്. ഇത്രയും വലിയൊരു ഫാമിലിയിലെ മെമ്പറാണ് ഞാൻ. അപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തണ്ട, എൻ്റെ കൂടെ ഉണ്ട് എന്ന് എന്നെ സമാധാനിപ്പിക്കാനായിട്ടുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.